നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇസ്രായേലിലെ മലയാളികളായ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവർക്കും ഷന തോബ. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുന്നതിൽ ഒരുപാട് ഖേദമുണ്ട്. ഒത്തിരി ചിന്തിച്ചു ചെയ്യണോ വേണ്ടയോ എന്ന്. പക്ഷെ അവസാനം ചെയ്യാൻ തന്നെ തീരുമാനിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ കേൾക്കുമ്പോൾ ചിലരെങ്കിലും ഈ വീഡിയോ വേണ്ടായിരുന്നു, ഇതിന്റെ ആവശ്യമില്ലായിരുന്നു, ഇതിന് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല, ഷൈനിബാബു ഇതിന് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ തോന്നുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷെ ഉണ്ടല്ലോ, ചില സമയത്ത് ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ അത് ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. അങ്ങനെ പല കാര്യങ്ങളും ചില സമയത്ത് പറയാതിരുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോ പല കാര്യങ്ങളും അതേപോലെ പറഞ്ഞു പോകുന്നത്. വിഷയം വേറൊന്നുമല്ല. ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഇസ്രായേലിലെ പ്രമുഖ യൂട്യൂബറും ഏജന്റുമായ, സ്വന്തമായിട്ട് ഇസ്രായേലിലേക്ക് വിശ്വസ്തമായിട്ട് ആളുകളെ ഇറക്കുന്ന ഏജന്റുമായ ജിബി യോഹന്നാൻ എന്ന് പറയുന്ന യൂട്യൂബർ ചെയ്ത 1-2 വീഡിയോകൾ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ പെട്ടു കാണുമല്ലോ. ജിബി യോഹന്നാൻ എന്ന് പ്രത്യേകം പേരെടുത്ത് പറഞ്ഞു തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ വീഡിയോയിൽ എന്റെ പേര് ഷൈനി ബാബു എന്ന് പരാമർശിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പരാമർശിച്ച് തന്നെ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിനു മുമ്പ് പല കാര്യങ്ങളും ഞാൻ പബ്ലിക്കിൽ വന്ന് പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും ആരുടെയും പേരെടുത്ത് ഞാൻ പ്രയോഗിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ എന്റെ പേര് പ്രയോഗിച്ച് ചെയ്ത ഒരു വീഡിയോയുടെ മറുപടി വീഡിയോ ആയതുകൊണ്ട് തന്നെയാണ് ജിബി യോഹന്നാൻ എന്ന് പറയുന്ന ഒരു പേര് തന്നെ ഞാൻ ഉപയോഗിച്ച് തന്നെ ഈ വീഡിയോ ചെയ്യുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഒരു വീഡിയോയ്ക്ക് കാരണമായ ഒരു കാര്യം ഞാൻ പറയാം. മറുനാടൻ ഷാജൻ സ്കറിയയും ഷൈനി ബാബുവുമാണ് ഇതിനകത്തെ വിഷയം. ഓക്കെ, 2021 ഇവിടുത്തെ യുദ്ധത്തില് നമ്മുടെ സൗമ്യ സന്തോഷ് എന്ന് പറയുന്ന ഒരു സഹോദരി മരണപ്പെട്ടത് എല്ലാവർക്കും അറിയാം അല്ലെ? ആ ഒരു സമയത്ത് ഇസ്രായേലിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇസ്രായേലിലെ മലയാളികളെ കുറിച്ചോ അനുയോജ്യമായ അല്ലെങ്കിൽ നമുക്ക് യോജ്യമായ ഒരു വാർത്ത കൊടുക്കാനോ, നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കാനോ, ഇസ്രായേലിനെയോ ഇസ്രായേൽ മലയാളികളെയോ ഒന്ന് ചേർത്ത് പിടിക്കാനോ, നമ്മളുടെ ഭാഗം ചേർന്ന് പറയാനോ ഒരു വാർത്ത കൊടുക്കാനോ ധൈര്യമില്ലാതിരുന്ന നമ്മുടെ നാട്ടിലെ കേരളത്തിലെ മാധ്യമങ്ങൾക്കിടയില് ചങ്കൂറ്റത്തോടുകൂടി ഇസ്രായേലിന് വേണ്ടിയും ഇസ്രായേലിലെ മലയാളികൾക്ക് വേണ്ടിയും സംസാരിച്ച ഒരേ ഒരു മാധ്യമം അത് മറുനാടൻ മാത്രമാണ്. അത് പറയുന്നത് കൊണ്ട് എനിക്ക് യാതൊരു സങ്കടവുമില്ല, ഒരു പേടിയുമില്ല. കാരണം അന്ന് തൊട്ടുള്ള സൗഹൃദമാണ് മറുനാടൻ ഷാജൻ സ്കറിയയുമായിട്ട് എനിക്കുള്ളത്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് ഇസ്രായേലിനെ സംബന്ധിച്ച ഒരുപാട് കാര്യങ്ങൾ, ഇസ്രായേൽ മലയാളികളെ സംബന്ധിച്ചുള്ള പല കാര്യങ്ങൾ, നമ്മുടെ വിസ സംബന്ധമായ കാര്യങ്ങൾ, ഇവിടെ ബൈലാറ്ററൽ എഗ്രിമെന്റ് വരുന്ന സമയത്ത് അന്നേരം നമ്മൾ അഭിമുഖീകരിച്ച കുറെ കാര്യങ്ങൾ, ഇപ്പോഴും ബൈലാറ്ററൽ എഗ്രിമെന്റ് വന്നിട്ടും നമുക്ക് കേരളക്കാർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യാറുള്ളതാണ്. അങ്ങനെ ഒരു വിശ്വസ്തതയുണ്ട് ഞങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയ്ക്ക്. അപ്പോ ഷാജൻ സ്കറിയ, മറുനാടൻ ഷാജൻ സ്കറിയ ഇസ്രായേലിലേക്ക് വരുന്ന സമയത്ത്, അതായത് നാട്ടിൽ നിന്ന് നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നിന്നും സൗത്ത് ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മാധ്യമ പ്രവർത്തകരെ 12 പേരടങ്ങുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകർ, തെരഞ്ഞെടുക്കപ്പെട്ട മാധ്യമ പ്രവർത്തകരിൽ ഒരാളായിരുന്നു ഷാജൻ സ്കറിയ. അദ്ദേഹം ഇവിടെ എത്തിയതിനു ശേഷം, ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു, ഫോണിൽ സംസാരിച്ചു. ആ സംസാരിച്ച സമയത്തും ഞാൻ ആകെപ്പാടെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട 2 കാര്യമാണ്. ഒന്ന്, നമ്മൾക്കിടയിൽ നിന്നും ആകസ്മികമായി മരണപ്പെട്ടു പോയ ജിനീഷ് എന്ന സഹോദരന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹത. ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾക്ക് മലയാളി സമൂഹത്തിന് അത് എന്നും ഒരു നോവാണ്. അതിന്റെ ഒരു സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാമോ എന്ന് എംബസിയോട് ആവശ്യപ്പെടണം എന്ന് ഒരു റിക്വസ്റ്റ് ഞാൻ കൊടുത്തിരുന്നു. കാരണം അത് കൊടുക്കാനായിട്ട് കാരണം, എംബസിയുടെ പ്രത്യേക ഗസ്റ്റായിട്ട് ഇസ്രായേലിലേക്ക് വന്ന ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു വോയിസ് ഉണ്ട്. എംബസിയുമായിട്ടൊരു മീറ്റിങ്ങിന് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് നാട്ടിൽ തിരിച്ചു ചെന്നതിന് ശേഷമോ എവിടെയെങ്കിലും ഒരു വോയിസ് അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ആ ഒരു കാര്യം പേഴ്സണലായിട്ട് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത്. രണ്ടാമത് ഞാൻ അദ്ദേഹത്തോട് അവതരിപ്പിച്ച വിഷയം, ഈ ബൈലാറ്ററൽ എഗ്രിമെന്റ് വന്നതിന് ശേഷവും കേരള ഗവൺമെന്റ് എന്തുകൊണ്ട് ഈ ബൈലാറ്ററൽ എഗ്രിമെന്റിനോട് സഹകരിക്കുന്നില്ല? ഞങ്ങളെപ്പോലെയുള്ള മലയാളികൾ ഇപ്പോഴും നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് നോർത്ത് ഇന്ത്യ ഗവൺമെന്റിന്റെ സഹായത്തോടുകൂടി ബൈലാറ്ററൽ എഗ്രിമെന്റ് വഴി ഇവിടേക്ക് എത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്നിട്ട് പോലും നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ 1-2 ലക്ഷം കൊടുത്തിട്ട് വരുന്ന സമയത്ത് ഞങ്ങളുടെ ആൾക്കാർ ഇപ്പോഴും 6-7 ലക്ഷം കൊടുത്തിട്ടാണ് ബൈലാറ്ററൽ എഗ്രിമെന്റ് അല്ലെങ്കിൽ G2G എന്ന് പറയുന്ന സംഭവത്തിൽ കൂടെ പോലും ഇവിടേക്ക് എത്തുന്നത്. അതെന്തുകൊണ്ടാണ് ഈ ഒരു പ്രതിഭാസം ഇങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് പോകുന്നത്? ഇതിനൊരു ശബ്ദം കേന്ദ്ര ഗവൺമെന്റ്, കേരള ഗവൺമെന്റിനോട് എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നില്ല, സംസാരിക്കുന്നില്ല? ഈ ഒരു 2 കാര്യമാണ് അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെട്ടത്.
ഞങ്ങൾ തമ്മിൽ ഫോണിൽ ഈ കാര്യം സംസാരിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ ഇസ്രായേൽ പര്യടനത്തിൽ ഇരിക്കുന്ന സമയത്താണ് ജെറുസലേമിലെ ഓണാഘോഷത്തിന്റെ സമയം. ഈ ഓണാഘോഷത്തിന്റെ സമയത്ത് അന്ന് ഒരു ദിവസം ഉച്ചയ്ക്ക് 1:30 മണിക്ക് ഇദ്ദേഹം എന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. എന്നോട് ചോദിക്കുന്നു, ഷൈനി ജെറുസലേമിലെ ഓണാഘോഷത്തിന് വരുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല സാറേ, ഞാൻ വരുന്നില്ല, ഞാൻ അവിടുന്ന് ഒത്തിരി ദൂരെയാണ്. അതുപോലെ തന്നെ ഇത്തവണ ഒരു ഓണാഘോഷത്തിൽ സംബന്ധിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞങ്ങൾ എല്ലാവരും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഒരു ആഘോഷവുമായിട്ട് അങ്ങനെ മിങ്കിൾ ചെയ്യാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. അതുകൊണ്ട് ഞാൻ ഒരു ഓണാഘോഷത്തിനും ഇല്ല. 1-2 സ്ഥലത്ത് സദ്യ കഴിച്ചു, അതോടുകൂടി ഞാൻ ഓണാഘോഷം നിർത്തി, ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ ഇന്നലെ വൈകുന്നേരം കുറച്ച് മലയാളികൾ വന്ന് എന്നെ ഒരു ഓണാഘോഷത്തിന് ക്ഷണിച്ചു. പക്ഷെ എംബസിയുടെ ഒരു അതിഥികളായിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഈ ഗ്രൂപ്പ് വിട്ടു പോകുന്നതിൽ ഒരു പരിമിതിയുണ്ട്. പക്ഷെ എനിക്കറിയാലോ ഇതിനു മുമ്പ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് അവരോട് പ്രോമിസ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് വരാൻ പറ്റുവാണെങ്കിൽ ഞാൻ അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ വിടുക ചെയ്തേ. അവരെനിക്ക് 2-3 കോൺടാക്ട് നമ്പർ തന്നു. പക്ഷെ ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല, ആരും ഫോൺ എടുക്കുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, സാർ അവർ ഓൾറെഡി അവിടെ ആഘോഷങ്ങൾ തുടങ്ങി, അവരെല്ലാവരും ബിസി ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തത്. ഓക്കെ, ഞാൻ ഒരാളെ കണക്ട് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ആശ എന്ന് പറയുന്ന സഹോദരി നിറവ് 2025 ഓണാഘോഷത്തിന്റെ അല്ലെങ്കിൽ ജെറുസലേം മല്ലൂസിന്റെ കോർഡിനേറ്റേഴ്സിൽ ഒരാളാണ് ആശയെ ഞാൻ വിളിക്കുന്നു. ആശയോട് ഞാൻ ചോദിച്ചു, കാരണം അന്നേ ദിവസം ജെറുസലേമിൽ 2 ആഘോഷങ്ങളുണ്ട്. ഇപ്പൊ എല്ലാം ഗ്രൂപ്പിസം ആണല്ലോ, ജെറുസലേമിൽ പോലും 3 ഗ്രൂപ്പാണല്ലോ. അപ്പൊ 2 ഗ്രൂപ്പിന്റെ ഓണാഘോഷം അന്ന് അവിടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഗ്രൂപ്പ് തന്നെയാണോ വിളിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആശയെ വിളിക്കുന്നു. ആശയോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങളാണോ ഷാജൻ സ്കറിയാനെ വിളിച്ചത് ഓണാഘോഷത്തിന്? അതെ ചേച്ചി, ഞങ്ങളെ വിളിച്ചത്, എന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, പുള്ളിക്കാരൻ എന്നെ ഇപ്പൊ കോൺടാക്ട് ചെയ്തിരുന്നു, നിങ്ങളെ ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല, പുള്ളിക്കാരൻ അവിടേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, കുറച്ച് സമയം ഫ്രീ ഉണ്ട് എന്നും പറഞ്ഞ് ഞാൻ ആശയനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെയാണ് ഷാജൻ സ്കറിയ ആ ഒരു ഓണാഘോഷത്തിലേക്ക് എത്തിപ്പെടുന്നത്. അതല്ലാതെ ജെറുസലേമിൽ പോകുന്ന വഴിക്ക് പെട്ടെന്ന് വലിഞ്ഞു കയറി വന്ന് ആ ആഘോഷത്തിലേക്ക് വന്നതല്ല ഷാജൻ സ്കറിയയെ വെളുപ്പിച്ചിട്ട് ഷൈനി ബാബുവിന് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല കേട്ടോ. ഇനിയിപ്പം നാളെ അതായിരിക്കും വരാൻ പോകുന്നത്. ഷാജൻ സ്കറിയയെ വെളുപ്പിച്ച് ഷൈനി ബാബു എന്തെങ്കിലും സാമ്പത്തിക ലാഭം എടുക്കുന്നു എന്നൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. ഐ ഡോണ്ട് കെയർ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഷാജൻ സ്കറിയ എന്ന് പറയുന്ന വ്യക്തി ആ ഓണാഘോഷത്തിലേക്ക് വരുന്നത്. അദ്ദേഹത്തെ കണക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ആശയോട് ഞാനൊരു കാര്യം പറഞ്ഞു. ആശ, ഞാൻ അദ്ദേഹത്തോട് 2-3 കാര്യങ്ങൾ പേഴ്സണലായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളത് ജിനേഷിന്റെ കേസുമായിട്ട് ഉള്ള അന്വേഷണത്തിന്റെ ഒരു കാര്യമാണ്. ഒരു തുടരന്വേഷണം നമ്മുടെ ഭാഗത്തു നിന്ന്, നിങ്ങൾ അത്രയും മലയാളികൾ അവിടെ ഉണ്ടല്ലോ, നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ എല്ലാവരും കൂടി അദ്ദേഹത്തെ ഒന്ന് ബോധിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം എംബസിനെ അത് ബോധിപ്പിക്കും. സത്യം എന്തുമായിക്കോട്ടെ, ഇനി അവൻ ചെയ്തതാണെങ്കിലും ആയിക്കോട്ടെ, ചെയ്തതല്ലാത്തതായിക്കോട്ടെ, എന്താണെങ്കിലും സത്യമായിട്ട് പുറത്തു കൊണ്ടുവരാൻ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു റിക്വസ്റ്റ് കൊടുക്കണം എന്ന ആശയം ഞാൻ പറഞ്ഞേൽപ്പിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ജിബി യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തി ആ സ്റ്റേജിൽ അദ്ദേഹത്തോട് ആ കാര്യം ആവശ്യപ്പെട്ടത്. അതുകൂടാതെ കുറെ കാര്യങ്ങൾ ജിബി ആവശ്യപ്പെട്ടു എന്ന് ജിബി തന്നെ അവകാശപ്പെടുന്നുണ്ട്. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ കോർഡിനേറ്റേഴ്സ് പറയട്ടെ. ഞാൻ അവരുമായിട്ട് ഇന്ന് പേഴ്സണലി സംസാരിച്ചിരുന്നു. അപ്പൊ ജിബി യോഹന്നാൻ എന്തുകൊണ്ടാണ് അത്രയും വൈകാരികമായിട്ട് ആ സ്റ്റേജിൽ സംസാരിച്ചത് എന്നുള്ളതിന്റെ തെളിവാണ് ഞാനിപ്പോ പറഞ്ഞത്. ആ സ്റ്റേജിൽ തന്നെ ഷാജൻ സ്കറിയ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ സുഹൃത്തായ ഷൈനി ബാബു എന്നെ പേഴ്സണലി വിളിച്ചിരുന്നു, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷമാണ് അദ്ദേഹത്തെ പേഴ്സണലി കാണാനായിട്ട് ഞാൻ പോകുന്നതും അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നതും ഒക്കെ. അദ്ദേഹം ഇവിടുന്ന് നാട്ടിലേക്ക് പോയതിനു ശേഷം നാട്ടിൽ നിന്ന് ഒരു വീഡിയോ ചെയ്തു. ആദ്യം ഇവിടുത്തെ ഇസ്രായേലിലെ മലയാളികളുടെ ഓണാഘോഷത്തെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ആദ്യം ചെയ്തത്. ആ വീഡിയോയ്ക്ക് ഷാജൻ സ്കറിയ കൊടുത്ത തമ്പനിയിലാണ് ജിബി യോഹന്നാനെ ചൊടിപ്പിച്ചതെന്ന് ജിബി യോഹന്നാൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട്. പക്ഷെ ആ വീഡിയോ ഷാജൻ സ്കറിയ ഇട്ട് കഴിഞ്ഞിട്ട് ഏകദേശം 1.5 ആഴ്ചയോളം ആയി. ഇവിടെ പല ആൾക്കാരും ഫേസ്ബുക്കിലും പലയിടത്തും അത് ഷെയർ ചെയ്ത് കണ്ടു. അന്നേരം ഒന്നും ജിബി യോഹന്നാന് പ്രതികരിക്കണ്ടായിരുന്നു. ഓക്കെ, ഇനി ആ തമ്പനിയിൽ ഇങ്ങനെയായിരുന്നു: ഇസ്രായേലിലെ മലയാളികളുടെ അഴിഞ്ഞാട്ടം, ഷാജൻ സ്കറിയ അതിനോടൊപ്പം. അദ്ദേഹം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ, ഇസ്രായേലിൽ നിൽക്കുന്ന സമയത്ത് തന്നെ നാട്ടിലെ സുഡാപ്പികള് ഇവിടുത്തെ ഇസ്രായേൽ മലയാളികളുടെ ഓണാഘോഷത്തിന്റെ വീഡിയോ കണ്ടിട്ട് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് നാട്ടില് പറഞ്ഞു പരത്തിയ കാര്യമാണ്. ഇതേ തമ്പനയിലോടുകൂടി അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് വീഡിയോ ചെയ്ത ആ ക്യാപ്ഷനാണ് അദ്ദേഹം തമ്പനയിലായിട്ട് എടുത്തുപയോഗിച്ചത്. നാട്ടിലെ ആൾക്കാര് പറഞ്ഞ കാര്യം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു, ഇവിടെ എന്താണ് ആക്ച്വലി സംഭവിച്ചത്, അതാണ് ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞു വെച്ചത്. ആ വീഡിയോയുടെ ഉള്ളിലെ കണ്ടന്റ് അദ്ദേഹം പറയുന്നില്ല, ജിബി യോഹന്നാൻ പറയുന്നില്ല. ആ ഒരു തമ്പനയിൽ മാത്രം എടുത്തു വെച്ചുകൊണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അദ്ദേഹം ഇട്ട ജിനേഷിന്റെ കേസ് സംബന്ധമായിട്ടുള്ള വീഡിയോ ഇട്ടപ്പോ അത് എടുത്തുകൊണ്ട് വന്നിട്ട് ആ തമ്പനയിൽ ഇസ്രായേൽ മലയാളികൾ അഴിഞ്ഞാടിയതായിട്ട് തോന്നി എന്നും പറഞ്ഞിട്ട് ആ ഒരു തമ്പനയിലിനെ വളച്ചൊടിച്ച്
വിഷയമായിട്ട് കൊണ്ടുവന്ന് പിന്നെ ഷൈനി ബാബു മാത്രമല്ല ഈ ഒരു കേസിനെ കുറിച്ച് വിശദീകരിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടത്. അവിടെ ജെറുസലേമിൽ വന്നപ്പോൾ 100-300 മലയാളികൾ പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന കാര്യം. എന്റെ പൊന്നു സഹോദരങ്ങളെ, ഇത്രയേ ഉള്ളൂ ഇതിനകത്തെ കാര്യം. കോംപ്ലക്സ് മാത്രമാണ് ഇതിനകത്തെ കാര്യം, അല്ലാതെ വേറെ ഒന്നുമല്ല. പിന്നെ ഇവിടെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ച സമയത്ത് ഇസ്രായേൽ കത്തിപ്പോകുന്നു അല്ലെങ്കിൽ ഇസ്രായേൽ നശിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വീഡിയോ ചെയ്തു, റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇടയ്ക്ക് ഒരു ചാഞ്ചാട്ടം ഉണ്ടായോ എന്നുള്ളത് ഞാൻ എന്റെ വീഡിയോയിൽ തന്നെ അദ്ദേഹത്തോട് ചോദിക്കുകയും അതിനുള്ള കൃത്യമായ മറുപടി ആ വീഡിയോയിൽ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള അദ്ദേഹത്തിന്റെ സ്വന്തമായ വീഡിയോയിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ കാണുന്നത് മാത്രമല്ല, നമ്മളിവിടെ കെയർ ഗിവേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാര് ഒരുപാട് പേര് ഇവിടുന്ന് വീഡിയോ ആയിട്ട് ചെയ്യുന്നതോ റിപ്പോർട്ടായിട്ട് ചെയ്യുന്നവരുണ്ട്. ഒത്തിരി ആൾക്കാർ റിപ്പോർട്ടിങ് കൊടുക്കുന്നവരുണ്ട്. അവരെല്ലാവരെയും ആയിരിക്കത്തില്ല അങ്ങേരെ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ രാജഭക്തി അല്ലെങ്കിൽ രാജാവിനേക്കാൾ രാജഭക്തി എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. ജിബി യോഹന്നാന് മാത്രം എന്തിനാണ് അത് പുകയുന്നത്? ജിബി യോഹന്നാന്റെ പേര് അദ്ദേഹം എവിടെയെങ്കിലും എടുത്ത് പറഞ്ഞോ? ജിബി യോഹന്നാനാണ് അങ്ങനെ പറഞ്ഞതെന്ന് അദ്ദേഹം എവിടെയെങ്കിലും പറഞ്ഞോ? ജിബി യോഹന്നാൻ മാത്രമല്ലല്ലോ ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന കെയർ ഗീവർമാരായിട്ടും അല്ലാത്തവരുമായിട്ട് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നാട്ടിലെ മാധ്യമങ്ങൾക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവിടെ നിന്നുള്ള ഇസ്രായേലിനെ കുറ്റം പറയുന്നത് വെച്ചിട്ട് വൈകാരികമായിട്ട് പ്രതികരിച്ച ഒത്തിരി ആൾക്കാർ വേറെ ആൾക്കാരും ഉണ്ട്. ജിബി യോഹന്നാൻ മാത്രമല്ലല്ലോ. പിന്നെ എന്തിനാണ് ജിബി യോഹന്നാൻ മാത്രം ഇതിനു വേണ്ടിയിട്ട് ഇത്ര കയറ് പൊട്ടിക്കുന്നത്? എനിക്കതാണ് മനസ്സിലാവാത്തത്. ജിബി യോഹന്നാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് എനിക്ക് പേഴ്സണലായിട്ട് യാതൊരു വ്യക്തിപരാഗ്യവും ഇല്ല. ജിബി യോഹന്നാൻ എന്ന് മാത്രമല്ല, ഇവിടെ പ്രമുഖരായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ യൂട്യൂബർമാരായിട്ട് നിൽക്കുന്ന ഏജന്റുമാരായിട്ട് നിൽക്കുന്ന ആരോടും വ്യക്തിപരമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. ആരോടും എനിക്ക് യാതൊരു പ്രതികാരവും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഇവിടെയുള്ള പാവപ്പെട്ട ആൾക്കാരെ വിഷമിപ്പിക്കുന്നത് കാണുമ്പോൾ, അവരെ ദ്രോഹിക്കുന്നത് കാണുമ്പോൾ, അവരെ പിഴിയുന്നത് കാണുമ്പോൾ ഞാൻ ശക്തമായിട്ട് പ്രതികരിക്കും. അത് ആരുടെയിൽ നിന്നും ഒരു പ്രതിഫലവും മേടിച്ചിട്ടല്ല, ഒന്നുമല്ല. പിന്നെ നമ്മൾ ഇവിടെയുള്ള ആൾക്കാർ മാത്രമാണ് ശരിയെന്ന് നമ്മൾ വാശി പിടിക്കരുത്. നമ്മൾ കാണുന്നത് മാത്രമല്ല, നമ്മളെല്ലാവരും കാണുന്നതല്ല. ഇവിടെ ഇസ്രായേലികളായിട്ടുള്ള ആൾക്കാർ പോലും 2 ചേരിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പാലസ്തീൻ എന്നൊരു രാഷ്ട്രം നിലവിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ഇസ്രായേലികളായിട്ടുള്ള ആൾക്കാർ തന്നെയുണ്ട്. നമ്മൾ എന്താ അതൊന്നും കാണാത്ത എന്തുകൊണ്ടാ? നമ്മൾ മാത്രമല്ല ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ ഇസ്രായേലികളായിട്ടുള്ള ആൾക്കാരുണ്ട്, ഇന്ത്യക്കാർ മാത്രമല്ല, പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അന്നം തരുന്ന മണ്ണിനോട് നമ്മൾ എന്നും നന്ദി കാണിക്കണം. പക്ഷെ എപ്പോഴും ഉള്ള കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ഉള്ളതുപോലെ പറയാനും നമ്മൾ മടിക്കരുത്. നമ്മൾ പറയുന്നത് മാത്രം ശരിയാണ്, നമ്മൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് വാശി പിടിക്കരുത്. അത് സത്യമായ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞാൽ എന്താണ് തെറ്റ്? ഇവിടെയുള്ള ആൾക്കാർ തന്നെ പറയട്ടെ. ഇവിടെ നമ്മൾ തന്നെ കാണുന്നതല്ലേ 2 പക്ഷം. ഇസ്രായേലുകൾക്കിടയിൽ പോലും 2 പക്ഷമാണ്. പിന്നെ എന്തിനാണ് നമ്മൾ അതിനുവേണ്ടി വാശി പിടിക്കുന്നത്? ഇസ്രായേലാണ് ശരി, 90% ഇസ്രായേൽ തന്നെയാണ് ശരി. പക്ഷെ 10% മറുഭാഗത്തുള്ള ആൾക്കാർക്കും അവരുടേതായ അവകാശങ്ങളുണ്ട്, അവരുടേതായ ശരികളുണ്ട്. അതുകൂടി നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇസ്രായേലിന് ഈ ഒരു യുദ്ധം കൊണ്ട് ഒരു നഷ്ടവും വന്നിട്ടില്ല എന്ന് പറയാൻ നമുക്ക് ആർക്കും പറ്റത്തില്ല. ഇവിടെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പിരിവ് നടത്തുന്ന കാര്യം അദ്ദേഹം പറഞ്ഞത്, ഇവിടെ എന്തുകൊണ്ട് പിരിവ് നടക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്നു. ഞാനൊക്കെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഇപ്പോഴും ഓരോ ആഴ്ചയും ഇവർക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു വിഹിതം ഇവിടെ പട്ടാളക്കാരെ സംരക്ഷിക്കാനും ഇസ്രായേൽ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇവർ ഡൊണേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ വെബ്സൈറ്റിലും ഡൊണേഷൻസ് അവർ സ്വീകരിക്കുന്നുണ്ട്. എന്തിനേറെ പറയും, നമ്മൾ ഇസ്രായേൽ മലയാളികളായിട്ടുള്ള കെയർ ഗിവേഴ്സ് അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള ആൾക്കാർ നമ്മൾ തന്നെ അതിന് കൈകോർത്തതല്ലേ? 1 ഷെക്കിൾ ചലഞ്ച് വെച്ചിട്ട് നമ്മൾ തന്നെ ചെയ്തതല്ലേ? അതൊക്കെ പറയാൻ ഇത്ര മടിക്കുന്ന എന്തിനാ? അതിന് നാണക്കേട് എന്തിനാ? അതിനകത്തൊരു നാണക്കേടും ഇല്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അത് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അത് പുറത്തേക്ക് പറയുന്നത് കൊണ്ടോ നമ്മൾ ഇസ്രായേലിനെ നാണം കെടുത്തുന്നു, ഇസ്രായേൽ ഇകഴ്ത്തി കാണിക്കുന്നു, അങ്ങനെയൊന്നും ഇല്ല. എന്തിനാ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? അതിന്റെ ഒന്നും ഒരാവശ്യമില്ല കേട്ടോ. അപ്പോ ഇനി ജിബി യോഹന്നാൻ ഈ വീഡിയോ ഫേസ്ബുക്കിൽ ഇട്ടപ്പോ അതിന്റെ താഴെ ഒരു കമന്റ് വന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമെന്ന് എനിക്കറിയില്ല. അതിന്റെ സ്ക്രീൻഷോട്ട് ഞാനൊരു പോസ്റ്റ് ആയിട്ട് തന്നെ ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഇടുന്നുണ്ട്. ഒരു ആൽവ എന്ന് പറയുന്ന ഇറ്റലിയിൽ ഇരുന്നുകൊണ്ട് ഒരു ആൽവ ബെഞ്ചമീന എന്ന് പറയുന്ന ഒരു ID അവര് പറയുന്നു, ഇസ്രായേലില് ഇവിടെയുള്ള എല്ലാ ആവശ്യമില്ലാത്ത എല്ലാ ഡാഷ് കേസുകൾ, എനിക്ക് ആ വാക്ക് ഉപയോഗിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എല്ലാ കേസുകളിലും ഇടപെടുന്ന ഒരു തള്ള ഇവിടെ ഉണ്ടല്ലോ, 10-16 വർഷമായിട്ട് കെയർ ഗിവറായിട്ട് ജോലി ചെയ്യുന്ന ഒരു തള്ള ഇവിടെ ഉണ്ടല്ലോ, അത് ആരാണ് എന്നൊക്കെ ചോദിച്ചൊരു കമന്റ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണുമായിരിക്കും. ഞാൻ ശരിക്കും പറഞ്ഞ ജിബിയുടെ വീഡിയോ ഞാൻ ശ്രദ്ധിച്ചു, പക്ഷെ ആ കമന്റ് ഞാൻ ശ്രദ്ധിക്കാൻ വിട്ടുപോയി. കാരണം ഞാൻ ഇച്ചിരി തിരക്കായിരുന്നു. ഈ നമ്മുടെ റോഷശനിയായിട്ട് എന്റെ എംപ്ലോയർ എന്റെ ഫാമിലി ആയിട്ട് തിരക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ കമന്റുകളൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. പക്ഷെ എന്നോട് ഇഷ്ടമുള്ള ആൾക്കാർ ആ കമന്റ് പ്രത്യേകം സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞു, ജിബി യോഹന്നാന്റെ വീഡിയോയ്ക്ക് മറുപടി കൊടുത്തില്ലെങ്കിലും ഈ ഒരു കമന്റിന് ഒരു മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞു ഒത്തിരി പേര് എനിക്ക് കമന്റ് ചെയ്തു. അതുകൊണ്ടാണ് ജിബി യോഹന്നാന്റെ വീഡിയോയ്ക്ക് തന്നെ ഒരു മറുപടിയായിട്ട് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇറ്റലിയിൽ ഇരുന്നുകൊണ്ട് ഇസ്രായേൽ മലയാളികളെ ഓർത്ത് വിഷമിക്കുന്ന ആൽവ ബെഞ്ചമിനെ ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ്. ഷൈനി ബാബു ഇവിടെ ആൾക്കാരുടെ അനുവാദമില്ലാതെ, അനുമതിയില്ലാതെ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത എന്ത് കാര്യത്തിലാണ് ഇടപെട്ടത്?
ആർക്കാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായത്, നീ തെളിവും കൊണ്ട് വാ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നു എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെയുള്ള അന്യായമായിട്ട് പൈസ മേടിക്കുകയും ആളുകളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ഏജന്റുമാർക്ക് മാത്രമേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഷൈനിബാബു ഇടപെടുന്നു എന്ന് തോന്നുള്ളൂ. അത് ഇനിയും ഇടപെട്ടുകൊണ്ട് തന്നെ ഇരിക്കും. പ്രത്യേകിച്ച് മാറ്റമൊന്നും വരത്തില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ആളുകളിലേക്ക് ഒരു അവബോധം കൊടുക്കാനെങ്കിലും ആ കാര്യത്തിൽ ഇനിയും ശബ്ദിച്ചുകൊണ്ടിരിക്കും. ഇതുവരെ ശബ്ദിച്ചിട്ടുണ്ട്, ഇനിയും ശബ്ദിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഷൈനിബാബുവിന് അതിന് പ്രത്യേകിച്ച് നേട്ടമോ നഷ്ടമോ ഒന്നുമില്ല. പക്ഷെ ഇനിയും ശബ്ദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ഓക്കെ, അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിറവ് 2025 സംഘാടകർക്ക് ഇതിനൊരു ഉത്തരവാദിത്വമുണ്ട്. ഷാജൻ സ്കറിയ അവിടെ വിളിക്കാതെ വന്ന ഒരു അതിഥിയാണെന്നോ അല്ലെന്നുണ്ടെങ്കിൽ വലിഞ്ഞു കയറി വന്നതാണെന്നോ അല്ലെങ്കിൽ പോയ വഴിക്ക് വന്നതാണെന്നോ എന്നുള്ള ആരോപണങ്ങളും അല്ലെന്നുണ്ടെങ്കിൽ അവിടെ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ കാര്യം അറിയാതെയാണ് അദ്ദേഹം അവിടെ വന്നതെന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടത് നിറവ് 2025 എന്നുള്ള സംഘാടകരുടെ ഉത്തരവാദിത്വമാണ്. അത് അവർ ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് എനിക്കിതിനകത്ത് പ്രത്യേകിച്ച് ലാഭമോ നഷ്ടമോ ഒന്നുമില്ല. എന്നെ മെൻഷൻ ചെയ്ത് വീഡിയോ ചെയ്തുകൊണ്ട് മാത്രമാണ് ഇത്രയും ക്ലാരിഫിക്കേഷൻ കൊടുക്കണം എന്നുള്ള അത് എന്റെ ഒരു ഉത്തരവാദിത്വമായിട്ട് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ജിബി യോഹന്നാന് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഫോണിൽ വിളിച്ച് ക്ലാരിഫൈ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനു മുമ്പ് പല കാര്യങ്ങളും ഇതുപോലെ കേൾക്കുമ്പോൾ എന്റെ ഒരു സഹോദരൻ എന്ന നിലയിൽ ഫോണിൽ വിളിച്ച് ക്ലാരിഫൈ ചെയ്യാൻ പലതവണ ശ്രമിച്ചപ്പോഴും പല കാര്യങ്ങളിലേക്കും അത് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ക്യാരക്ടറായിട്ട് തോന്നിയത് കൊണ്ട് മാത്രമാണ് ജിബി യോഹന്നാനെ ഞാൻ പേഴ്സണലായിട്ട് വിളിക്കാത്തത്. ഇനി ജിബി യോഹന്നാനെ പേഴ്സണലായിട്ട് എന്നെ വിളിക്കണമെങ്കിലോ ഇനി പബ്ലിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിന് മറുപടി തരണമെങ്കിലും തീർച്ചയായിട്ടും യു ആർ വെൽക്കം ടു ഡു ഇറ്റ്. ഓക്കെ, ലവ് യു ബ്രോ, കീപ് ഗോയിങ്.